ആയുസ്സിന്റെ സൂര്യൻ പടിഞ്ഞാറോട്ട് ചെരിഞ്ഞു കഴിഞ്ഞു. അസ്തമയം വളരെ അകലെയല്ല. ഈ മഹാസാഗരത്തിൽ എവിടെയോ എനിക്ക് വേണ്ടി ഒരു ചുഴി രൂപാന്തരപ്പെട്ടിരിക്കാം. അതിൽ അകപ്പെടുന്നതുവരെ എനിക്ക് ഈ വഞ്ചിയുമായി യാത്ര തുടർന്നേ പറ്റൂ. എന്റെ വഞ്ചിയിലാണെങ്കിൽ ദ്വാരങ്ങളും വീണു തുടങ്ങി. അതിലൂടെ കയറിയ വെള്ളം കോരിക്കളഞ്ഞ് ഞാൻ യാത്ര തുടരുകയാണ്. എനിക്ക് എത്ര കാലം ഇങ്ങനെ തുഴയാൻ പറ്റുമെന്നറിയില്ല. എന്നാലും ഞാൻ യാത്ര തുടരുകയാണ്. ഒരു വർഷം മുൻപ് തന്റെ ജന്മദിനത്തിൽ സലീം കുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണിത്. ആരോ എഴുതിയ തിരക്കഥ പോലെയാണ് ജീവിതം. എന്തൊക്കെ അവാർഡ് വാങ്ങിയാലും ശരി, ജീവിതം ഒരു ഐസ്യുവിൽ തീരാവുന്നതേ ഉള്ളൂ. പറഞ്ഞ വാക്കുകൾ പോലെ മരണത്തെ സ്വീകരിച്ച് ലോകത്തോട് വിട പറഞ്ഞു മലയാളിയുടെ സലീം കുമാർ. ജനനമെന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മരണമെന്ന ഫിനിഷിംഗ് പോയിന്റിലേക്ക് നടത്തുന്ന യാത്രയെന്നാണ് ഈശ്വര വഴക്കില്ലല്ലോ എന്ന തന്റെ ആത്മകഥയെ സലീം കുമാർ വിശേഷിപ്പിച്ചത്. എറണാകുളം ചിറ്റാറ്റുകരയിൽ ഗംഗാധരന്റെയും കൗസല്യയുടെയും മകനായി 1969 ഒക്ടോബർ 10 സലീമിന്റെ ജനനം. പേരു കേട്ടാൽ മതം തിരിച്ചറിയേണ്ട എന്ന് കരുതി അച്ഛനിട്ട പേരാണ് സലീം. സ്കൂളിൽ ചെന്നപ്പോൾ അധ്യാപിക നിർബന്ധിച്ചാണ് കുമാർ എന്നുകൂടി ചേർത്ത് സലീം കുമാർ ആക്കിയത്. ചിറ്റാറ്റുകരക്കാരനായ സലീം കുമാർ സിനിമാ നടനാകാൻ വേണ്ടിയാണ് മഹാരാജാസിലേക്ക് വണ്ടി കയറിയെത്തിയത്. കലോത്സവങ്ങളിലെ മിമിക്രി തനിക്ക് സിനിമയിലേക്ക് വഴി തുറക്കുമെന്ന് സലീം കുമാർ ഉറച്ചു വിശ്വസിച്ചു. കൊച്ചിൻ കലാഭവനിലും സാഗറിലുമെല്ലാം സജീവമായി മിമിക്രി അവതരിപ്പിച്ചു. ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയാണ് സലീം കുമാർ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചത്. തുടക്കത്തിൽ തികച്ചും ഒരു ഹാസ്യതാരമായിട്ടാണ് സിനിമാ ലോകത്തേക്ക് ശ്രദ്ധിക്കപ്പെട്ടത് എങ്കിലും പിന്നീട് പ്രേക്ഷകരുടെ കണ്ണു നനയിക്കുന്ന ആഴമുള്ള ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ സലീം കുമാർ സ്വയം അടയാളപ്പെടുത്തി. കല്യാണരാമൻ, CID മൂസ, മായാവി, മീശമാധവൻ, തിളക്കം, പുലിവാൽ കല്യാണം, ചതിക്കാത്ത ചന്തു, ചെസ് എന്നിവയുൾപ്പെടെ 300ഓളം മലയാള ചിത്രങ്ങളിൽ സലീം കുമാർ അവിസ്മരണീയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. സിനിമയിൽ ഹാസ്യം സൃഷ്ടിക്കൽ എപ്പോഴും പാവപ്പെട്ടവന്റെ ചുമതലയാണെന്ന് പറഞ്ഞിരുന്ന സലീമിന് അതിന്റെ അടയാളമായി താൻ കടന്നുവന്ന സ്വന്തം ജീവിതം എപ്പോഴും മുന്നിലുണ്ടായിരുന്നു. വീട്ടിലെ പരിതസ്ഥിതി കാരണം കുറെ കാലം മംഗലാപുരത്ത് ബോട്ടിന്റെ മെക്കാനിക്കലായി ജോലി ചെയ്ത കഥയും സലീം തന്നെ പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. സിനിമ അഭിനയം കൊണ്ട് ജീവിക്കാൻ വിധിയില്ലെന്നും ഉപജീവനത്തിന് മറ്റെന്തെങ്കിലും തൊഴിൽ തേടണമെന്നും സലീം മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കിയ കാലവുമുണ്ട്. പ്രീ ഡിഗ്രിക്ക് ട്യൂഷന് പോയ സമയത്താണ് ഭാര്യ സുനിധിയെ കാണുന്നത്. പ്രണയം തുടങ്ങി. 1996 സെപ്റ്റംബർ 14 വിവാഹം. അതിനു പിറ്റേ ദിവസം തന്നെ സിനിമയിലേക്കുള്ള വിളിയുമെത്തി. വെറും ഒരു മിമിക്രി കലാകാരനായിരുന്ന തന്നെ മാത്രം മതിയെന്ന് പറഞ്ഞ് റിസ്ക് എടുത്ത സുനിതയ്ക്ക് ദൈവം നൽകിയ സമ്മാനമാണ് ജീവിതത്തിലുണ്ടായ എല്ലാ നേട്ടങ്ങളെന്നും സലീം കുമാർ പറയുമായിരുന്നു. ഉറ്റ സുഹൃത്തായ നാദർഷിയാണ് സലീം കുമാറിനെ സിനിമയിലേക്ക് കൈപിടിച്ചു കയറ്റിയത്. അതാണ് ഇഷ്ടമാണ് 100 വട്ടം. അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് ഒരിക്കൽ ഒരു സിനിമയുടെ സെറ്റിൽ നിന്ന് മടക്കി അയച്ച സലീം കുമാറാണ് പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നൽകി ആദരിക്കപ്പെട്ടത്. സിനിമാ നടനാകണമെന്ന ആഗ്രഹം കുട്ടിക്കാലത്ത് അമ്മയടക്കം 2-3 പേരോട് മാത്രമേ സലീം പറഞ്ഞിട്ടുള്ളൂ. 2000 പുറത്തിറങ്ങിയ തെങ്കാശിപ്പട്ടണം സൂപ്പർ ഹിറ്റായതോടെ സലീം കുമാർ മലയാളിയുടെ മനസ്സിലും ഇരിപ്പുറപ്പിച്ചു. അച്ഛനുറങ്ങാത്ത വീട്ടിലെ അഭിനയത്തിന് മികച്ച 2ാമത്തെ നടനുള്ള പുരസ്കാരം, ആദാബിന്റെ മകൻ അബുവിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ, അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിന് മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരം, കറുത്ത ജൂതന് 2016 മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന പുരസ്കാരം, 2013 മികച്ച നടനുള്ള ടെലിവിഷൻ അവാർഡ് എന്നിവ സലീം കുമാറിനെ തേടിയെത്തി. കലാകാരൻ എന്നതോടൊപ്പം തന്നെ പൊതുകാര്യത്തിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ ജീവിയായിരുന്നു സലീം കുമാർ. അച്ഛന്റെ പാത പിന്തുടർന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലായിരുന്നു സലീം കുമാർ സജീവമായിരുന്നത്. കരുണാകര ഭക്തനായിരുന്നു താനെന്ന് സലീം കുമാർ പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ചിറ്റാറ്റുകരയിലും മാലിങ്കര കോളേജിലെ പഠനകാലത്തും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നുവെന്നും അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതമാർഗം കണ്ടെത്തേണ്ടി വന്നതോടെ മഹാരാജാസിലെത്തിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചെറിയ ഇടവേള നൽകി. സിനിമയിൽ നിന്ന് ഷോർട്ട് ബ്രേക്ക് എടുത്ത കാലത്ത് കോൺഗ്രസ് വേദികളിൽ സജീവമായിരുന്നു. CPIM ശാസ്ത്രത്തെ പോലും തോൽപ്പിക്കുന്നു. പണ്ട് സ്വർണം വേർതിരിച്ചെടുക്കാൻ പൊട്ടാസ്യം സൈനൈഡ് വേണമായിരുന്നു. ഇപ്പോൾ സഖാവിനെ കൊണ്ട് അടുത്ത് നിർത്തിയാൽ മതി എന്നതുൾപ്പെടെ സലീം കുമാറിന്റെ പ്രതികരണങ്ങൾ കോൺഗ്രസ് അണികൾ ഏറ്റെടുത്തിരുന്നു. VD സതീശനു വേണ്ടി കൊച്ചിയിൽ വെച്ച് നടത്തിയ സ്വീകരണ പരിപാടിയിലാണ് സലീം കുമാർ അവസാനമായി പങ്കെടുത്ത ഒരു പൊതുപരിപാടി. വന്ന വഴി മറക്കാത്ത ഒരാളാണ് സലീം കുമാർ. ഹാസ്യ നടനായി വന്ന് ക്യാരക്ടർ റോളുകളിലേക്ക് വഴിമാറിയ പലരും പിന്നീട് തമാശ കഥാപാത്രങ്ങളോട് വിമുഖത കാട്ടിയപ്പോൾ സലീമിന് അത്തരം വേർതിരിവുകൾ ഉണ്ടായിട്ടേയില്ല.
തനിക്ക് ലഭിക്കുന്നതെന്തും പരമാവധി നന്നായി ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. ചിരിയെ ഒരു അനുഗ്രഹമായി തന്നെ കാണുന്നു. കാരണം ചിരി കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ 2 പേരോട് മാത്രമാണ് എനിക്ക് നന്ദിയും കടപ്പാടുമുള്ളത്. ഒന്നെന്റെ അമ്മയോട്, മറ്റൊന്ന് ചിരിയോട് എന്ന് പറഞ്ഞു വെക്കുന്നു സലീം കുമാർ. തീവ്രമായ കരൾ രോഗം ബാധിച്ച് ചിലവേറിയ ശസ്ത്രക്രിയയുടെ നടുവിലൂടെ കടന്നുപോയ സലീമിനോട് ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം ഉപദേശിച്ച സഹപ്രവർത്തകനോട് സലീം കുമാറിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: എടമോനെ, ഒരു ചെറുപ്പക്കാരന്റെ കരളാണ് എനിക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. അതങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ ഓടിക്കോളും, ഡോണ്ട് വറി. ഇന്നലെ രാത്രിയായിരുന്നു സലീം കുമാറിന്റെ അന്ത്യം സ്ഥിരീകരിച്ചത്. 56 വയസ്സായിരുന്നു. അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയായിരുന്നു അന്ത്യം.